എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചിവിടെ വേനലിൽ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച് നിൽക്കുന്ന ഓരോ ചെടികളും കാണിക്കാമെന്ന് വിചാരിച്ച്. ഈ ബോഗൻവില്ലയൊക്കെ നല്ല പൂത്ത് നിൽക്കുകയായിരുന്നു. റോസ് കണ്ടില്ലേ? അപ്പോൾ ഓരോ ഇത് കണ്ട ബോഗൻവില്ലയുടെ അടുക്കുള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനൊരു പിങ്ക് കളറുണ്ടായിരുന്നു. ഇതൊരു ബാംഗ്ലൂർ മുല്ല. എൻ്റെ ഇന്നും പേരൊന്നും എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. അപ്പം എനിക്ക് ഓരോരുത്തരത്തു നിന്ന് കിട്ടുന്ന ചെടികളെല്ലാം ഞാൻ കൊണ്ടുവരും. കൊന്ന ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. വിഷുവായപ്പോൾ എല്ലാം കുറേ മുക്കാലും അങ്ങ് പൊഴിഞ്ഞു പോയി. നമ്മളെ അടീനിയം എനിക്ക് കൽപ്പന തന്നെയാണ് ആശ്രമത്തുള്ള. ഒരു ചേമ്പ് ചെടി പോലത്തെ ഒരെണ്ണമാണ് കേട്ടോ. ഇതിൻ്റെ എന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ തെറ്റിയെല്ലാം നല്ല പൂത്തിരിക്കുന്ന കണ്ടില്ലേ? നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ രാവിലെ ഇറങ്ങി ഇതിൻ്റെ ഈ തോട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് പോകുമ്പോഴേ നമുക്ക് വളരെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു ഉണർവ് കിട്ടും. പിന്നെ നമ്മളെ പച്ചക്കറി തോട്ടത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ലില്ലി, ഈ ചെടികളുടെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഓരോരുത്തരത്തുനിന്ന് ചോദിച്ചൊക്കെ വാങ്ങി ഓരോ തുണ്ടുകളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. ഇത് നല്ല മനോഹരമായൊരു പൂവാണ്. ഇത് നമ്മളുടെ വാടാമല്ലി. ഇത് കണ്ട തെറ്റി നല്ല നിറയെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോന്നും ഇത് സാധാ മുല്ല. നമ്മൾ ഇത് കണ്ട ഒരു അടുക്ക് മുല്ല, നമ്മളൊരു 3 അടുക്ക് പോലെ കാണും. അങ്ങനെ നമ്മളെ ലില്ലിയും നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് നിങ്ങളിലോട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനിയും പൂവൊക്കെ തോനെ പിടിക്കുമ്പോൾ ഞാൻ നിങ്ങളിലോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു ഷോയ്ക്ക് പോയപ്പം മേടിച്ചൊരു ചെടിയാണ്. കുറച്ചുണ്ടായിരുന്നു, അത് പോയിപ്പോൾ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയാണ്. എപ്പോഴും ഇവളിങ്ങനെ പൂത്തിങ്ങനെ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ. ഒറ്റ കളറായതുകൊണ്ട് നല്ല മഞ്ഞ അല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. നല്ല നമ്മൾ ഓർക്കിഡും പൂത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. 2 കൊലയായിട്ട് പൂത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ മന്ദാരം പൂത്തിട്ടുണ്ട് കണ്ടേ. ഇനിയും അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇത്രയും ഞാൻ നിങ്ങളിലോട്ട് കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, നിങ്ങൾക്ക് സന്തോഷം തോന്നി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാം ഐശ്വര്യം നിറഞ്ഞ ദിനങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.